ഗൈസ്, നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ബെഡ് വാർസ് ആണ്. നമുക്കെന്നാ കളി നോക്കാം. ഇന്ന് ഞാൻ പറയുന്ന കളി എങ്ങനെ കളിക്കാമെന്നാണ്. ആദ്യ ഗെയിമിന്റെ തുടക്കത്തിൽ നിങ്ങൾ ഇവിടെ ആയിരിക്കും വന്നിരിക്കുന്ന കയ്യിലുള്ള ബ്ലോക്സ് എല്ലാം വെച്ച് ഇത് മറിക്കാൻ നോക്കണം, മാക്സിമം മറിക്കാൻ നോക്കണം. ഇതിൽ ചെയ്യേണ്ടത് നമ്മളെ ബെഡിനെ നമ്മൾ തന്നെ കവർ ചെയ്യണം. നമ്മളെ എനിമീസ് നമ്മളെ ബെഡിനെ പൊട്ടിക്കാൻ നോക്കും, പൊട്ടിച്ചിട്ട് നമ്മളെ കൊല്ലും. നമ്മൾ അത് ചെയ്യാതിരിക്കാൻ നമുക്ക് ആർമർ ഇവിടെ നിന്ന് ഈ ഗോൾഡ് വെച്ച് അപ്ഗ്രേഡ് ചെയ്യാം. അതിന് വേറെ ലെവലിലോട്ട് കൊണ്ടുപോകാം. ഇവിടെ ഐറ്റംസ് ഉണ്ട്, അതൊക്കെ വാങ്ങാം. ഞാൻ എപ്പോഴും ചെയ്യാറുള്ള ഇത് വാങ്ങും, അയൺ ആർമറാവും, ഇതിലൂടെ വയ്ക്കും. എന്നിട്ട് എനിമീസിനെ അടിക്കാൻ പോകും. ഇവിടെ കണ്ടോ എനിമീസ്, ഇവരൊക്കെ അടിക്കണം. ഇവരൊക്കെ അടിച്ച് ഇവരൊക്കെ അടിച്ച് തീർക്കണം. അപ്പോൾ അവരിലുള്ള ലൂട്ട്സൊക്കെ നമുക്ക് കിട്ടും. ഇങ്ങനെ തന്നെ ചെയ്ത് പോകണം. അവിടെ കണ്ടോ ഒരു മഞ്ഞ ചെറുക്കൻ, അല്ല മഞ്ഞ ടീമിലുള്ള ആൾ, അവരെ നമ്മൾ തീർക്കണം. അതുകൊണ്ട് മഞ്ഞ, റെഡ്, അങ്ങനെ കുറേ ടൈപ്പ് ടീമുണ്ട്. പപ്പറ്റ് വെച്ച് ഓടിച്ചാട് ഇല്ലോ, പറ്റിയില്ല. ഈ പപ്പറ്റിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ നമ്മൾ ഓടിച്ചാടുമ്പോഴത്തേക്കും നമ്മുടെ ഇതുപോലെ പപ്പറ്റ് വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് കഴിഞ്ഞതാണ് നമ്മൾ തിരിച്ചിവിടെ ടെലിപ്പോർട്ടാവും. അയ്യോ, ഓടിക്കോ. ഇതുപോലെ എനിമീസ് നമ്മളെ ബെഡ് ഇപ്പോൾ പൊട്ടിക്കും. ബെഡ് ഒടിച്ചിട്ട് നമ്മളെ കൊല്ലാൻ ശ്രമിക്കും. പക്ഷെ നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ എസ്കേപ്പ് ആവണം. കണ്ടോ, നമ്മളെ ബെഡ് പൊട്ടിയുള്ള പ്രശ്നം നമുക്ക് റീസ്പോൺ ആകാൻ പറ്റില്ല. ഇല്ലെങ്കിൽ നമുക്ക് റീസ്പോൺ ആകാൻ പറ്റും. ഇങ്ങനെ ഓടി എങ്ങോട്ടെങ്കിലൊക്കെ പോകണം. ബെഡ് പൊട്ടിക്കഴിഞ്ഞാൽ ഇയോനായിട്ട് കൊല്ലും. ഇങ്ങനെയാണ് ബെഡ് വാർസ് കളിക്കണം. അപ്പം നമുക്കിനി ഞാൻ കളിക്കുന്ന എങ്ങനെയാണെന്ന് കാണാം. നിങ്ങൾക്ക് ഞാൻ കളിക്കുന്ന ഇഷ്ടപ്പെടുമെന്ന് അറിഞ്ഞൂടാ. നിങ്ങൾ ഇതുപോലെ കളിക്കുന്നെങ്കിൽ എല്ലാ ദിവസവും 6 മണി തൊട്ട് 9 മണി വരെ ഇടയ്ക്ക് ഞാൻ എപ്പോഴെങ്കിലും ഇത് കാണും. എൻ്റെ പേര് ഇതിൽ എന്താണെന്ന് വെച്ചാൽ SP000100 ആണ്. നിങ്ങൾ ഇത് വെച്ച് തന്നെ ഫ്രണ്ട് റിക്വസ്റ്റ് ചെയ്താൽ മതി. ആരായാലും ഞാൻ അക്സെപ്റ്റ് ചെയ്യും. പിന്നെ വലിയ ഫ്രണ്ട്സ് ആണെങ്കിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല. അങ്ങനെയാണ് ഇത് കളിക്കേണ്ടത്. ഇതുപോലെ മാക്സിമം എനിമീസിനെ കൊല്ലണം. അവിടെ ലോബിയുണ്ട്. നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ ഈ ലോബി പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഓരോ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഞാൻ മെയിനായിട്ട് കളിയുടെ തുടക്കത്തിൽ തന്നെ ഇതുപോലെ എൻ്റെ കയ്യിൽ ഈ ഇത്ര സാധനങ്ങൾ, ഈ വെള്ള കളർ ബ്ലോക്ക് എന്ന് വെച്ചാൽ വാളാണ്. ഇത് കളിയുടെ തുടക്കത്തിൽ ഇവിടെ ഒന്നും വയ്ക്കാൻ പറ്റില്ല. അല്ലാതെ കളി വെച്ച് ഇതൊരു വാള് പോലെ നിൽക്കും. എൻ്റെ കളിയുടെ തുടക്കത്തിൽ എനിക്ക് ഇതൊക്കെയാണ് ഉള്ളത്. ഒരു സോഡ്, വുഡ്, ഇത് ഗോൾഡ്, പിന്നെ വൂളും. കളി തുടങ്ങി നമ്മളെങ്ങാട്ടി പവർഫുള്ളായിട്ടുള്ളവരെ അറ്റാക്ക് ചെയ്യരുത്. ഇനി നമ്മൾ കൊല്ലും അവർ. ബെഡ് മറിക്കുക. നിങ്ങളൊക്കെ നല്ലോണം എയിമേ അറിയുമെങ്കിൽ ഒരു ടവർ ഉണ്ടാക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് അമ്പെയ്യണം. കണ്ടോ, ഇതാണ് ഒരു ടവർ. ഞാൻ വെച്ച് കാണിച്ചത്. കണ്ടോ, ഇവിടെ ടവർ വാങ്ങാൻ കിട്ടും. ഇത് വാങ്ങിച്ചാൽ ഇതുപോലെ ഒരു ബ്ലോക്ക് ആയിട്ടായിരിക്കും. ഇത് പ്ലേസ് ചെയ്യണം. അവിടെ ഒരു വലിയ ടവർ വരും. കണ്ടോ, ഇത് വാളാണ്. ഇതുപോലെ വയ്ക്കാം. ഇതിന് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഇതുപോലെയൊക്കെ കാണണം. ഇവിടെ ഞാൻ എപ്പോഴും ഇതാവും, ഗോൾഡ് ആവും. എന്നിട്ട് അയൺ ആർമർ വാങ്ങും. ബാക്കി ഉണ്ടെങ്കിൽ അത് വെച്ച് ആർമർ വാങ്ങും, ഗോൾഡ് പറ്റുമെങ്കിൽ. എന്നിട്ട് ഒരു പപ്പറ്റ് വയ്ക്കും, ഞാൻ പോകും. ഇതാണ് ഞാൻ എല്ലാ കളിയിലും ചെയ്യണം. എല്ലാ കളിയിലും ഇത് ചെയ്യാൻ എനിക്ക് ഈ കളി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇത് കളിക്കാൻ തുടങ്ങിയിട്ട് 1 വർഷത്തോളമായി. ഇതിൽ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ആള് ഗോഡ് എന്നാണ് വിളിക്കുന്നത്. ഗോഡിനാണെങ്കിൽ ഇതിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടുള്ളതിൽ ഇതുകൊണ്ട് ഒരുത്തം പറഞ്ഞു അവ പവർഫുള്ളാണ്. നമുക്ക് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വോയിഡിലെടുത്ത് ചാടി ബെഡ് പൊട്ടി. നമുക്ക് ബെഡ് പൊട്ടി കഴിഞ്ഞാൽ നേരത്തെ പോലെ തന്നെ റീസ്പോൺ ആകാൻ കഴിയില്ല. റീസ്പോൺ ആവില്ലെങ്കിൽ ചത്ത് കഴിഞ്ഞാൽ തീർന്നു, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ എല്ലാവരും ബെഡും പൊട്ടി. മാക്സിമം കളിയിൽ വിക്ടറി ആവാനാണ് ഇതിലത്തെ ഗോള്. അതുകൊണ്ടൊരിക്കൽ അവൻ്റെ ടീമല്ലല്ലോ, നീ എന്തെന്നെ അടിക്കാത്ത?
ടാറ്റ. കണ്ട ഇതുപോലെ ഓരോരുത്തരെ കൊല്ലാം. അവൻ പറഞ്ഞു എൻ്റെ കൊല്ലാനാണ് പറഞ്ഞത്. കയറിക്കോ, ഓടിക്കോ, ഓടിപ്പൊക്കോ, ഓടിപ്പൊക്കോ. അടിക്കല്ലേ, ആരും എന്നെ അടിക്കല്ലേ. ഓടിക്കോ. ഇവരെ മുമ്പ് ഒന്ന് പെട്ടു. അവനെ തള്ളിയിടാൻ പറ്റുമെന്ന് നോക്കാം. ഇവിടെ മൊത്തം വോയിഡാണ്. കണ്ടോ, ഇത് ചുറ്റും വോയിഡാണ്. പറ്റി ഇവന് നെറ്റില്ലെന്നാണ് തോന്നുന്നത്. നെറ്റ് വിഷയമുള്ള ഒരു പ്ലെയർ. അയ്യോ, ഞാൻ താഴെ വീണു. എൻ്റെ ഹെൽത്ത് കണ്ടോ? ബിഗിനേഴ്സിനൊക്കെ ഇത്രയും ഹെൽത്ത് കാണാറില്ല. കുറച്ച് ഹെൽത്തേ കാണും. ഇവന് നെറ്റ് പ്രോബ്ലം ആണോ? ഭയങ്കര ലാഗാണ് ഇപ്പോൾ ഈ പ്ലെയർ. ഇവനെ അടിച്ചെന്ന് പോലും അറിഞ്ഞില്ല. ഇവൻ പിന്നെ ഒന്നും ചെയ്യുന്നുള്ളത് ഇനി അറിഞ്ഞൂടാ. ഞാൻ ഈ പ്ലെയറാണെന്ന് വേറെ പ്ലെയറാണെന്ന്. നമ്മളിങ്ങനെ വെറുതെ അടികൂടാൻ നിൽക്കണം. ഭയങ്കര പവർഫുൾ ആയുള്ള പ്ലെയേഴ്സിനെയൊക്കെ കണ്ട അവരത് അടികൂടാൻ നിൽക്കാതെ പോകണം. അയ്യോ, ഞാൻ തീർന്നു. എന്നെ അടിക്കല്ലേ, ഞാൻ പാവാണേ. അയ്യോ, ചത്തു. പക്ഷെ വിക്ടറി കണ്ട, ജയിച്ചു. ഇതുപോലെയാണ് ബെഡ് വാർസ് കളിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്സോ എന്തെങ്കിലും അറിയാമെങ്കിൽ എനിക്കും കൂടി പറഞ്ഞു തരണം. പിന്നെ ഇതാണ് എൻ്റെ രൂപം. ഇതാണ് ലോബി. നിങ്ങൾക്ക് ലോബി കയറി കഴിഞ്ഞാൽ മനസ്സിലാവും ലോബിയിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നതാണ്. ലോബിയിൽ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മൾ പവർ അപ്ഗ്രേഡ് ചെയ്യാം, ഹെൽത്ത് കൂട്ടാം. നമുക്ക് പെറ്റുണ്ട്, പെറ്റ് എക്യൂപ്പ് ചെയ്യാം, പെറ്റിൻ്റെ പവർ കൂട്ടാം. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യും ലോബി വെച്ച്. നമ്മളെ ലോബി വെച്ച് നമ്മൾ ഒരാൾ മാത്രമല്ല അയക്കില്ല, കുറേ പേര് കാണും. അവരിതുപോലെ ലോബിയിൽ അപ്ഗ്രേഡ് ചെയ്യുന്നതായിരിക്കും പറഞ്ഞത്. ഇവിടെ കുറേ ലെവലുണ്ട്. ഡ്രാഗൺ സ്ലെയർ, ഡ്രാഗൺ ഹണ്ടർ. ഞാൻ കാണിച്ചു തരാം. കണ്ട് ഇവിടെ ഇതുപോലെ ഓരോ ഐറ്റംസ് കിട്ടും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഞാനിപ്പോൾ ഒബ്സിഡിയൻ ബൺസാണ്. അതിൻ്റെ മുകളിൽ ഡ്രാഗൺ സ്ലെയർ, അതിൻ്റെ മുകളിൽ ഡ്രാഗൺ ഹണ്ടർ. എൻ്റെ താഴെ ഉള്ളത് ഇതാണ് ഡയമണ്ട് ഡക്ക്. അതിൻ്റെയും താഴെ ഉള്ളതാണ് ജോലറേറ. അതിൻ്റെയും താഴെയാണ് ഗോൾഡൻ വിങ്. അതിൻ്റെയും താഴെയാണ് അയൺ സോഡ് ബാരിയർ. അതിൻ്റെയും താഴെയാണ് വുഡ്. അതിനും താഴെ ഒന്നുമില്ല. ഏറ്റവും ടോപ്പ് ഇതാണ്. കാണിച്ചു തരാം. ഇതാണ് ഏറ്റവും ടോപ്പ്, ഡ്രാഗൺ ഹണ്ടർ. നിങ്ങൾക്ക് ഇവിടെ കണ്ടോ, ലോബി വന്നാൽ ഇവിടെ കുറേ സാധനങ്ങൾ കാണും. ട്രഷർ ചെസ്റ്റ് കിട്ടും. ഇവിടെ ഓരോ ഈവൻറ്റ് മാറി മാറി വരും. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ഇവിടെ ഫിഷിങ് ചെയ്യാൻ പറ്റും. കണ്ടോ, വേണമെങ്കിൽ ഒരു ഫിഷിനെ പിടിച്ച് കാണിച്ചു തരാം. ഫിഷ് ഇട്ടിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഇതുപോലെ വേറൊരു ഐക്കൺ വരും. കണ്ടോ, അപ്പോൾ ഇത് പിടിച്ച് അമർത്തിക്കൊണ്ടിരിക്കും. മാക്സിമം എത്ര പ്രാവശ്യം അമർത്തും അത്രയും നല്ല ഫിഷ് കിട്ടും. എന്നിട്ട് ഈ ഫിഷ് എടുത്തുകൊണ്ട് പോയി ഇവരെടുത്ത് കൊടുക്കണം. അപ്പോൾ ഇവർ നമുക്ക് എന്തെങ്കിലും തരും. ഇങ്ങനെയാണ് കളിക്കുന്നത്. ശരി, ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.